എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം എവിടെ തിരിഞ്ഞാലും ഉണ്ണി മുകുന്ദൻ തരംഗം തന്നെയാണ്. സൂപ്പർ സ്റ്റാർ ലേബൽ മാർക്കോയുടെ റിലീസോടെ ഉണ്ണി മുകുന്ദന് ആരാധകർ നൽകി കഴിഞ്ഞു. 37 വയസ്സായിട്ടും ക്രോണിക് ബാച്ചിലറായ താരത്തിന്റെ വിവാഹം കാണുവാനാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും താരം വിവാഹം എന്നതിലേക്ക് എത്തിയിട്ട് പോലുമില്ല. സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന രീതിയിൽ കരിയറിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ മുന്നോട്ട് പോകുന്നത്. മലയാളത്തിൽ ഉണ്ണി മുകുന്ദനൊപ്പം പ്രവർത്തിച്ച നായികമാരുടെ പേരിനൊപ്പം നടന്റെ പേര് ചേർത്ത് ഗോസിപ്പുകളും റൊമാന്റിക് റീൽ വീഡിയോകളും ഒക്കെ പ്രചരിക്കാറുണ്ടെങ്കിൽ പോലും ആരുമായും താരം ഇതുവരെയും പ്രണയത്തിലായിട്ടില്ല എന്നാണ് പറയാറുള്ളത്. നടന് ക്രഷ് തോന്നിയിട്ടുള്ള ഒരേയൊരു നടി തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടി മാത്രമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ഉണ്ണി മുകുന്ദനെ കുറിച്ച് നടനും ഉണ്ണി മുകുന്ദന്റെ സുഹൃത്തുമായ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് വൈറലായി മാറുന്നത്. മല്ലു സിംഗ് അടക്കമുള്ള സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഉണ്ണി മുകുന്ദനും കുഞ്ചാക്കോ ബോബനും. വർഷങ്ങൾക്ക് മുൻപ് ജോൺ ബ്രിട്ടാസ് അവതാരകനായി എത്തുന്ന കൈരളി ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന JB ജംഗ്ഷൻ എന്ന അഭിമുഖ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് പ്രിയ സുഹൃത്തിനെ കുറിച്ച് കുഞ്ചാക്കോ ബോബൻ വാചാലനായത്. കുഞ്ചാക്കോ ബോബന്റെ ഭാര്യ പ്രിയ ചേച്ചിയെ മാറ്റിവെച്ചാൽ ചാക്കോച്ചന് ഇഷ്ടപ്പെട്ട നടി ആരാണെന്ന് ഉണ്ണി മുകുന്ദൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയുന്നതിനിടയിലാണ് ഉണ്ണി മുകുന്ദനെ കുറിച്ച് കുഞ്ചാക്കോ ബോബൻ സംസാരിക്കുന്നത്. ഉണ്ണിയുടെ കാര്യം ഭയങ്കര രസമാണെന്നാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. ഉണ്ണി വളരെ സ്വീറ്റ് ആണ്, വളരെ ജോവിയലും ബബ്ലിയുമാണ് ഉണ്ണി എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. മാത്രമല്ല എപ്പോഴും ഹൈപ്പറുമാണ് ഉണ്ണി മുകുന്ദൻ എന്നും കുഞ്ചാക്കോ ബോബൻ പറയുന്നുണ്ട്. എപ്പോഴും പുള്ളിക്ക് പ്രയോറിറ്റി ഹെൽത്ത്, ജിം, ട്രെയിനിങ് ഒക്കെയാണ്. ചെറുപ്പക്കാർ പലപ്പോഴും പെണ്ണുങ്ങളെ വളയ്ക്കാനായി റൊമാന്റിക്കായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ചിലപ്പോൾ അവരെ മാറ്റി നിർത്തി വളരെ സീരിയസ് ആയി സംസാരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയും കുഞ്ചാക്കോ ബോബൻ ഉണ്ണി മുകുന്ദനെ ബന്ധപ്പെടുത്തി പറയുകയാണ്. അങ്ങനെ ഒരിക്കലും ഒരു ലൊക്കേഷനിൽ വെച്ച് താൻ നോക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയുമായി ഇരുന്ന് സംസാരിക്കുന്നു. എന്തൊക്കെയോ അവരോട് കാര്യമായി ഉണ്ണി സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയുവാൻ വേണ്ടി പതുക്കെ താൻ അവരുടെ പുറകിലൂടെ പോയി നോക്കി. ഈ ദുഷ്ടൻ അതിനോട് പറയുന്നത് വെയിറ്റ് ഗെയിനിങ്ങിന്റെ കാര്യവും എക്സർസൈസിനെ കുറിച്ചും മസിലിനെ കുറിച്ചും എല്ലാമാണെന്നാണ് കുഞ്ചാക്കോ ബോബൻ തമാശ രൂപേണ പറയുന്നത്. എന്നാൽ പക്ഷെ ഉണ്ണി മുകുന്ദന്റെ ഈ ഒരു സംസാരം കേട്ടുകൊണ്ട് താൻ അങ്ങോട്ട് ചെന്ന് ഉണ്ണി മുകുന്ദനെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ഇതാണോ ഇങ്ങനെയുള്ള പെൺപിള്ളേരോട് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിയെ താൻ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു വിട്ടുവെന്നാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. അത്രത്തോളം ഹെൽത്തിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത്. അതേസമയം ഉണ്ണി മുകുന്ദന്റെ ചോദ്യത്തിനുള്ള മറുപടിയും കുഞ്ചാക്കോ ബോബൻ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നായികമാരെക്കാളും തനിക്കിഷ്ടമുള്ളത് നടി ശ്രീവിദ്യാമ്മയാണെന്നാണ് ശ്രീവിദ്യയെ പറ്റി ഓർത്തുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. KPS ലളിത ചേച്ചിയും തനിക്ക് ഇഷ്ടമാണെന്നും കുഞ്ചാക്കോ ബോബൻ പറയുന്നുണ്ട്. എന്നാൽ പക്ഷെ ഈ തലമുറയിൽ ഒരുപാട് പേരെ തനിക്ക് ഇഷ്ടമാണ്. ഭാവന, ഭാമ, നമിത പ്രമോദ്, ആൻ അഗസ്റ്റിൻ ഇവരെല്ലാം തന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്നും കാവ്യ മാധവൻ വർഷങ്ങളായി തന്റെ അടുത്ത സുഹൃത്താണെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ ഒരാളെ മാത്രം പറയുവാൻ തനിക്ക് പറ്റില്ല എന്നാണ് കുഞ്ചാക്കോ ബോബന്റെ മറുപടി. അതേസമയം മാർക്കോ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോലും വൻ വിജയമായി മാറിയിരിക്കുന്നു. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗോടെ എത്തിയ ചിത്രമായിരുന്നു മാർക്കോ. സിനിമ ആശിച്ചു മോഹിച്ച് കഠിന പ്രയത്നത്തിലൂടെ സ്റ്റാർഡം നേടിയെടുത്ത താരമായ ഉണ്ണി മുകുന്ദൻ ഈ ചിത്രത്തിലൂടെ മാറുകയും ചെയ്തു. സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വളർന്നു വന്ന പയ്യന്റെ വിജയം ആഘോഷിക്കുകയാണ് സിനിമാ പ്രേമികളൊന്നാകെ. ഒരു ഗോഡ് ഫാദറും സിനിമയിൽ കൈപിടിച്ചുയർത്തുവാൻ ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന സാമ്രാജ്യം താരം ഒറ്റയ്ക്ക് പണിതുയർത്തിയതുമാണ്. പ്രൊപ്പഗണ്ട സിനിമകളുടെ നായകൻ, സമാജം സ്റ്റാർ എന്നും ഒക്കെ വിളിച്ചവരെ കൊണ്ട് സൂപ്പർ സ്റ്റാർ എന്നും മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റുവാൻ പറ്റുന്ന നടനെന്നും ഇന്ത്യൻ ജോൺ വിക്ക് എന്നും കേരളത്തിന്റെ റോക്കി ഭായ് എന്നും വരെ മാറ്റി വിളിപ്പിക്കുവാൻ ഉണ്ണി മുകുന്ദന് കഴിഞ്ഞു. JB ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോഴാണ് തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടിയോട് തോന്നിയ ക്രഷ് ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നത്. G. അശോക് രചനയും സംവിധാനവും നിർവഹിച്ച് 2018 പ്രദർശനത്തിനെത്തിയ ഇന്ത്യൻ ഹൊറർ ത്രില്ലർ ചിത്രമായിരുന്നു ഭാഗമതി. ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനൊപ്പം ടൈറ്റിൽ റോളിൽ അനുഷ്ക ഷെട്ടിയാണ് എത്തിയത്. ജയറാം, മുരളി ശർമ്മ, ആശ ശരത് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചു. തെലുങ്കിലും തമിഴിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ ചിത്രം പ്രേതാലയത്തിൽ തടവിലാക്കപ്പെട്ട മുൻ ജില്ലാ കളക്ടർ ചുറ്റിപ്പറ്റിയാണ്. ഈ ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് ഉണ്ണി മുകുന്ദന് അനുഷ്ക ഷെട്ടിയോട് ഇഷ്ടം തോന്നുന്നത്. 10 മാസക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അനുഷ്ക ഷെട്ടിയുടെ വ്യക്തിത്വം തന്നെ ആകർഷിച്ചുവെന്നാണ് നടൻ പറഞ്ഞത്. അനുഷ്ക ഷെട്ടിയുടെ സ്റ്റാർഡത്തോട് കിടപിടിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നു താനെങ്കിൽ അവരെ താൻ അന്നേ പ്രപ്പോസ് ചെയ്തേനെയെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. സൂപ്പർ സ്റ്റാർഡം എൻജോയ് ചെയ്യുന്ന നടിമാർ വളരെ ചുരുക്കമാണ്. വളരെ ഹംബിളാണ് അനുഷ്കയെന്നാണ് അനുഷ്കയെ പറ്റി ഉണ്ണി മുകുന്ദന് പറയാനുള്ളത്. ഭാഗമതി ആദ്യം തനിക്ക് വെറും ഒരു കൊമേഴ്സ്യൽ സിനിമ മാത്രമായിരുന്നു. അനുഷ്ക ഷെട്ടി ആ സമയത്ത് ബാഹുബലിയൊക്കെ കഴിഞ്ഞ് ടോപ്പിൽ നിൽക്കുന്ന സമയവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ തനിക്കൊരു പ്രഷർ എന്ന രീതിയിലായിരുന്നു ആ ഒരു ലൊക്കേഷനിലെ കാര്യങ്ങളൊക്കെ. ഒരുപാട് ആളുകളെ ഇക്കാലയളവിൽ താൻ കണ്ടിട്ടുമുണ്ട്. അനുഷ്ക ഷെട്ടിയിൽ താൻ വീണുപോയെന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. അവർക്ക് കുറച്ച് പ്രായം കൂടിപ്പോയി. എന്നാൽ പക്ഷേ പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല തനിക്ക്. ഒരു പോരായ്മ എന്ന രീതിയിൽ തനിക്ക് തന്റെ കാര്യത്തിൽ തോന്നിയത് പുള്ളിക്കാരി വലിയൊരു സ്റ്റാർ ആണ്. താൻ പക്ഷെ അങ്ങനെയല്ല. താനും ആ രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നുവെങ്കിൽ അവരെ താൻ പ്രപ്പോസ് ചെയ്തേനെ എന്ന രീതിയിലായിരുന്നു ഉണ്ണി മുകുന്ദന്റെ സംസാരം.
അനുഷ്ക ഷെട്ടിയെ കുറിച്ച് വാചാലയാവുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ. നല്ലൊരു വ്യക്തിത്വമാണ് അനുഷ്ക ഷെട്ടിയുടേത്. തസ്തിക വെച്ചാണ് ആളുകൾക്ക് പലപ്പോഴും ബഹുമാനം കിട്ടുക. എന്നാൽ പക്ഷേ അനുഷ്ക ഷെട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. സ്പോട്ട് ബോയ് തൊട്ട് സംവിധായകൻ വരെ എല്ലാവരും അവർക്ക് മുന്നിൽ ഒരുപോലെയാണ്. ഭാഗവതിയുടെ ഷൂട്ട് 10 മാസം ഉണ്ടായിരുന്നു. ആ കാലയളവിലെല്ലാം ഒരുപോലെ തന്നെയാണ് അനുഷ്ക ഷെട്ടി എല്ലാവരോടും പെരുമാറുന്നത് താൻ കണ്ടത്. സിനിമയിൽ അഭിനയിക്കാത്ത പെൺകുട്ടി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ശരിക്കും അനുഷ്ക ഷെട്ടി. അവർക്ക് അഭിനയം വേറെ ജീവിതം വേറെ എന്ന രീതിയാണെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. അതേസമയം മാർക്കോയുടെ റിലീസിന് ശേഷം പഴയ വീഡിയോ വീണ്ടും കുത്തിപ്പൊക്കിയ ആരാധകർ ഇനി ധൈര്യമായി പോയി പെണ്ണ് ചോദിക്കുമെന്നാണ് കമന്റിലൂടെ ഉണ്ണി മുകുന്ദനെ ഉപദേശിക്കുന്നത്. വാ, ഇനി നമുക്ക് പോയി പെണ്ണ് ചോദിക്കാം. പ്രായമൊന്നും നോക്കേണ്ട ചേട്ടാ, ഇനിയും വേണമെങ്കിൽ ഇതിനൊരു തീരുമാനമാക്കാൻ പറ്റും. മാർക്കോയിലെ പെർഫോമൻസ് അനുഷ്ക ഷെട്ടിയെ കാണിച്ച് പ്രപ്പോസ് ചെയ്യൂ ഉണ്ണി എന്നിങ്ങനെ നീളുകയാണ് രസകരമായ കമന്റുകൾ. എന്നാൽ പക്ഷേ അനുഷ്ക ഷെട്ടിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഇടയ്ക്കിടെ വന്നു പോകാറുണ്ട്. അനുഷ്ക ഷെട്ടിയുമായി നടൻ പ്രഭാസ് പ്രണയത്തിലാണെന്ന് ഇടയ്ക്ക് ഗോസിപ്പുകൾ വരാറുള്ളത് പതിവാണ്. പ്രഭാസിന്റെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ പേരാണ് അനുഷ്ക ഷെട്ടി. ബാഹുബലി ഉൾപ്പെടെ ഒന്നിലേറെ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. ഇരുവരും ഏറെ നാൾ കടുത്ത പ്രണയത്തിലായിരുന്നു. എന്നാൽ പക്ഷേ പിന്നീട് ആ പ്രണയബന്ധം മുന്നോട്ട് പോയില്ല എന്നുമാണ് കുറച്ചുനാൾ മുമ്പ് വരെ പ്രചരിച്ച ഗോസിപ്പുകൾ. എന്നാൽ പക്ഷേ 42 വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായി തുടരുകയാണ് നടി ഇപ്പോഴും. പ്രഭാസും അതുപോലെ തന്നെ പ്രായം 45 കഴിഞ്ഞിട്ടും വിവാഹം കഴിച്ചിട്ടില്ല. പ്രഭാസിന്റെ വിവാഹം എപ്പോഴാണെന്ന് കുടുംബത്തിന്റെയും ആരാധകരുടെയും ചോദ്യം വന്നെങ്കിലും പ്രഭാസ് തന്റെ ബാച്ചിലർ ജീവിതം ഇങ്ങനെ തുടരുകയാണ്. അതേസമയം തന്നെ പ്രഭാസിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ആദിപുരുഷന്റെ പരാജയമുണ്ടാക്കിയ ക്ഷീണത്തെ മറികടക്കുവാൻ പുതിയ സിനിമകളിലൂടെ പ്രഭാസിന് കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം കരിയർ ഗ്രാഫിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായെങ്കിലും ഇതിനുശേഷം പ്രഭാസ് നേരിട്ട സമ്മർദ്ദമൊന്നും ചെറുതായിരുന്നില്ല. നടന്റെ പിന്നീടിറങ്ങിയ എല്ലാ സിനിമകളും ബാഹുബലിയുമായി തന്നെയാണ് താരതമ്യം ചെയ്യപ്പെട്ടത്. ബാഹുബലി എന്ന ചിത്രത്തിന് ശേഷം അത്രയും വലിയ ഹിറ്റായ മറ്റൊരു സിനിമ പ്രഭാസിന് ലഭിച്ചതുമില്ല. ആദിപുരുഷന്റെ പരാജയത്തോടുകൂടി പ്രഭാസിന് നേരെ നിരവധി ട്രോളുകളും വന്നിരുന്നു. എന്നാൽ പക്ഷേ പ്രഭാസിന് ശക്തമായൊരു തിരിച്ചുവരവ് സാധിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും പ്രഭാസിനെ പോലെ തന്നെ അനുഷ്ക ഷെട്ടിയും ഒഴിമാറാറാണ് പതിവ്. കുറച്ചു നാളുകൾക്ക് മുൻപ് പ്രഭാസിന്റെയും അനുഷ്ക ഷെട്ടിയുടെയും എഡിറ്റ് ചെയ്ത വിവാഹ ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഫാൻസ് പ്രചരിപ്പിച്ച ഈ ഫോട്ടോകൾ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. ഇരുവരുടെയും വിവാഹം കാണുവാനായാണ് ആരാധകരും കാത്തിരിക്കുന്നത്. എന്നിട്ടും വർഷങ്ങളായി തുടരുന്ന ഗോസിപ്പ് ആയതിനാൽ പ്രഭാസോ അനുഷ്ക ഷെട്ടിയോ ഈ ഒരു ചിത്രം പ്രചരിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്ത് വന്നതുമില്ല. കാരണം എന്തെന്നാൽ ഇതൊക്കെ വർഷങ്ങളായി ഇവർ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കാര്യമാക്കുവാൻ താരങ്ങൾ നിന്നതുമില്ല. ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാനോ വാർത്തകൾക്ക് മേൽ വിശദീകരണം നൽകാനോ ഒന്നും ഇവർ ശ്രമിച്ചില്ല. എന്നാൽ പക്ഷേ പ്രഭാസ് തന്റെ അടുത്ത സുഹൃത്താണെന്നും തങ്ങൾക്കിടയിൽ പ്രണയമില്ല എന്നും അനുഷ്ക ഷെട്ടി മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പ്രഭാസിന്റെ വിവാഹം ഉടനെ നടക്കുമെന്ന് നടന്റെ അമ്മായി ശ്യാമളാദേവി കുറച്ചുനാൾ മുൻപ് ഒരു അഭിമുഖത്തിലൂടെ പറയുകയും ചെയ്തിരുന്നു. ദുർഗാദേവിയുടെയും അച്ഛന്റെ സഹോദരൻ കൃഷ്ണൻ രാജുവിന്റെയും ഒക്കെ അനുഗ്രഹം പ്രഭാസിനുണ്ടാകുമെന്നും വിവാഹത്തിന് മാധ്യമങ്ങളെയെല്ലാം ക്ഷണിക്കുമെന്നുമാണ് ശ്യാമളാദേവി എന്ന് വ്യക്തമാക്കിയത്. അതേസമയം പ്രഭാസിന്റെ പേരിനൊപ്പം മാത്രമല്ല അനുഷ്ക ഷെട്ടിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിട്ടുള്ളത്. മറ്റു ചിലരുടെയും പേരിനൊപ്പം അനുഷ്ക ഷെട്ടിയുടെ പേര് ചേർത്ത് കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. അനുഷ്ക ഷെട്ടി ഒരു സിനിമാ നിർമ്മാതാവിനെ വിവാഹം കഴിക്കുവാൻ പോവുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെന്നിന്ത്യൻ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള ഒരു പ്രൊഡ്യൂസറെയാണ് അനുഷ്ക ഷെട്ടി വിവാഹം ചെയ്യുവാൻ പോകുന്നതെന്നാണ് പുറത്തുവന്ന വാർത്തകൾ. ഇരുവരുടെയും എൻഗേജ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നും അനുഷ്ക ഷെട്ടിയുടെ വിവാഹം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ പക്ഷേ നടി വിവാഹ വാർത്തകളോടൊന്നും പ്രതികരിക്കാറുമില്ല. പ്രഭാസും അനുഷ്കയും ബാഹുബലിക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ചിരുന്നുമില്ല. 2005 പുറത്തിറങ്ങിയ സൂപ്പർ എന്ന തെലുഗു ചിത്രത്തിലൂടെയാണ് അനുഷ്ക ഷെട്ടി ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് തെലുങ്കിലും തമിഴിലുമായി നിരവധി സിനിമകൾ ചെയ്തു. 2 ഇൻഡസ്ട്രിയിലെയും പ്രമുഖ നടന്മാർക്കൊപ്പം അഭിനയിക്കുവാനുള്ള അവസരവും അനുഷ്ക ഷെട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. കരിയറിൽ നിന്നും ഇടവേളയെടുത്ത അനുഷ്ക ഷെട്ടി ഈ അടുത്തിടെയാണ് വീണ്ടും സിനിമകളിൽ സജീവമായി തുടങ്ങുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെയാണ് മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമയിലൂടെ അനുഷ്ക ഷെട്ടി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത്. കത്തനാർ എന്ന ജയസൂര്യ നായകനായി എത്തുന്ന മലയാള ചിത്രം ഉൾപ്പെടെ നടിയുടേതായി പുറത്തിറങ്ങാനുണ്ട്. അനുഷ്ക ഷെട്ടിയുടെ വിവാഹം പോലെ തന്നെ സിനിമയിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവ് കൂടി പ്രതീക്ഷിക്കുകയാണ് ഇവരുടെ ആരാധകർ. അതുപോലെ തന്നെ നടൻ ഉണ്ണി മുകുന്ദന്റെ പേരും ഇടയ്ക്കിടയ്ക്ക് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറുണ്ട്. നടിമാരായ മഹിമ നമ്പ്യാർ, അനുശ്രീ എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് മിക്കപ്പോഴും ഉണ്ണി മുകുന്ദന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറുള്ളത്. എന്നാൽ പക്ഷേ ഇത്തരം വാർത്തകളെയൊന്നും ഉണ്ണി മുകുന്ദനും ഗൗനിക്കാറില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.